യെസ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ CST എലമെന്റ് നോക്കിക്കൊണ്ടിരുന്നത്, റൈറ്റ്? സോ അത് കഴിഞ്ഞില്ല, കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട് അതിൽ. ശ്രദ്ധയാണ് അതിന്റെ കാര്യങ്ങൾ. ഓക്കെ, സോ ഐ ഗിവ് എ ക്വിക്ക് റീക്യാപ്പ് ഓഫ് വാട്ട് എവർ വി ഹാവ് ലേൺഡ് ഇൻ കോൺസ്റ്റന്റ് സ്ട്രെയിൻ ട്രയാങ്കിൾ. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് വിൽ കണ്ടിന്യൂ വിത്ത് ദ ടോപ്പിക്. ഓക്കെ, കേൾക്കാലോ അല്ലേ? ക്ലിയർ അല്ലേ സൗണ്ട്? ഓക്കെ. സോ ആസ് ഐ സെഡ്, കോൺസ്റ്റന്റ് നമുക്ക് ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ വീണ്ടും നമുക്ക് ഒരു ഡിഫറെന്റ് രീതിയിൽ കാര്യങ്ങളൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് വന്നത്. സോ ബേസിക്കലി നമ്മളിവിടെ ചെയ്യുന്ന കാര്യം ഒരു ബ്രോഡ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു 3 ഡയമെൻഷണൽ ഇത്തരത്തിലൊരു 3 ഡയമെൻഷണൽ പ്രോബ്ലത്തിന്, ഓക്കെ, സോ ഒരു ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് 3 ഡയമെൻഷണൽ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനുള്ള എളുപ്പത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ കൺവേർട്ടിംഗ് ഇറ്റ് ഇൻ ടു എ 2 ഡയമെൻഷണൽ പ്രോബ്ലം. ഓക്കെ, സോ ഈ 2 ഡയമെൻഷണൽ പ്രോബ്ലമായിട്ട് മാറ്റാൻ നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന്, തിക്നെസ് കുറവാണെങ്കിൽ അതിനെ പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലമായിട്ട് മാറ്റാം. അതുപോലെ തിക്നെസ് വളരെ കൂടുതലായിട്ടുള്ള കേസുകളാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഡാമിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ലോങ് പൈപ്പിന്റെ സ്ട്രക്ചർ, സോ അത്തരം കേസുകളിൽ സോളിഡ് എന്താണ് പിന്നെ നമ്മുടെ സ്ട്രക്ചറൽ അനാലിസിസ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് യു ക്യാൻ കൺവേർട്ട് ഇറ്റ് ടു പ്ലെയിൻ സ്ട്രെസ് അല്ലെങ്കിൽ പ്ലെയിൻ സ്ട്രെയിൻ പ്രോബ്ലം. ഓക്കെ, സോ പ്ലെയിൻ സ്ട്രെസ് അല്ലെങ്കിൽ പ്ലെയിൻ സ്ട്രെയിൻ, ഒന്നും 2 PS ഉണ്ട് അല്ലെ? പ്ലെയിൻ സ്ട്രെസ് അല്ലെങ്കിൽ പ്ലെയിൻ സ്ട്രെയിൻ ആകുമ്പോൾ ദ പ്രോബ്ലം gets boiled down to a 2-dimensional problem. Okay, now this 2-dimensional problem is ഈ 2-dimensional ആയിട്ട്, ഞാൻ ഈ 3-dimensional പ്രോബ്ലത്തിനെ 2-dimensional ആയിട്ട് മാറ്റി. ഫോർ എക്സാമ്പിൾ, സോ ഇത്തരത്തിലുള്ള ഒരു സ്ട്രക്ചറിനെ ഞാൻ എന്ത് ചെയ്തു? സോ നിങ്ങളല്ല കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ചെയ്തത് കാര്യങ്ങൾ ഇത്രയാണ്. ഒരു പൈപ്പ് സ്ട്രക്ചർ എടുത്തിട്ട്, സോ ഇത്തരത്തിലുള്ള ഒരു ലോങ് 3 ഡയമെൻഷണൽ കേസിന് ഇതിന്റെ അകത്തെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുണ്ടാവുന്ന സ്ട്രെസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കണമെങ്കിൽ, സോ വി ആർ ആക്ച്വലി കൺവേർട്ടിംഗ് ദിസ് ടു എ 2 ഡയമെൻഷണൽ പ്രോബ്ലം, സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, സോ വി ആർ എലിമിനേറ്റിംഗ് ദിസ് തിക്നെസ് ബിക്കോസ് ഇറ്റ്സ് വെരി ലാർജ്. എങ്ങനെ ചെയ്തു? നമ്മൾ ഇതിനെ പ്ലെയിൻ സ്ട്രെയിൻ പ്രോബ്ലം ആയിട്ട് കൺസിഡർ ചെയ്തു അല്ലെ? പ്ലെയിൻ സ്ട്രെയിൻ പ്രോബ്ലം ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് no need to consider the thickness. Now this becomes a simple problem. Now here your epsilon zz, gamma zx and gamma zy values are all equal to 0. Okay, with that assumption we are changing this 3-dimensional problem to a 2-dimensional problem. Now ഇനി അടുത്ത വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ 2-dimensional പ്രോബ്ലത്തിന് ഞാൻ എങ്ങനെ സോൾവ് ചെയ്യും? അതാണ് അടുത്ത ചോദ്യം അല്ലെ? സോ ഈ 2-dimensional പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യണമെങ്കിൽ we will follow some certain procedure, standard procedure in finite element method, that is to discretize this structure into small n number of finite elements. Okay, so then the obvious question is, what is the type of element that we are taking? Okay, so എനിക്കിവിടെ ഒരു ലൈൻ എലമെന്റ് എടുത്തിട്ട് ഇത് കംപ്ലീറ്റ് ഫിൽ ചെയ്യാൻ കഴിയില്ല അല്ലെ? സോ യു നീഡ് സം സർഫസ് എലമെന്റ്. ഓക്കെ, ആൻഡ് ദ ബെസ്റ്റ് സിംപ്ലസ്റ്റ് എലമെന്റ് for discretizing a structure is a constant strain triangle, which is something like this. Okay, by using this constant strain triangle, even for this kind of a structure, you can use this constant strain triangle to completely mesh the structure. For example, something like this. Okay, so you will be using the same type of triangular element, something like this, again further followed by like this. Okay, again like this, like this, like this. Okay, so you'll form a complete structure. ഇത്തരം triangles കൊണ്ട് fill ചെയ്തിട്ടുള്ള ഒരു structure form ചെയ്യും. The process is called meshing, and this is what is happening. Okay, now so the basic very fundamental element of this type is actually your constant strain triangle. അപ്പോൾ ഈ constant strain triangle എങ്ങനെയാണ് അതിന്റെ ഒരു സ്റ്റിഫ്നെസ് മെട്രിക്സ് വരിക? അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ് അതിന്റെ ഷേപ്പ് ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യുക, എങ്ങനെയാണ് അതിന്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഉണ്ടാവുക, നമുക്ക് അത് ബേസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് സ്ട്രെസ് കണ്ടെത്താം, അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിലെ സ്ട്രെയിൻ എങ്ങനെയായിരിക്കും നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. റൈറ്റ്? സോ ആസ് ഐ സെഡ്, ഫസ്റ്റ് സ്കെയിൽ എക്സാമിനേഷൻ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം വെച്ചാൽ ഇത് ഒരു സിംഗിൾ എലമെന്റ് ആണ് CST എലമെന്റ്, ആൻഡ് there are 3 nodes, 1, 2 and 3 nodes. Okay, and it has 6 degrees of freedom. Okay, എന്ന് വെച്ചാൽ ഇതിനെ U ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, V ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. ഓരോ നോഡിനും
ഇത്തരത്തില് ഇതിപ്പോ ഒരു പോയിന്റ് ഇത് പുതിയൊരു പൊസിഷനിലേക്ക് ഞാൻ ഇതിനെ മാറ്റി. ഓക്കെ, അടുത്തൊരു പൊസിഷനിലേക്ക് ഞാൻ ഈ ഒരു പൊസിഷനിലേക്ക് ഇതിനെ മാറ്റി. അങ്ങനെ ആകുമ്പോൾ എന്തൊക്കെയാ ഇതിന്റെ ഈ 1 എന്നുള്ള പൊസിഷന് ഈ ഒരു 1' എന്നുള്ള പൊസിഷനിലേക്ക് വരുമ്പോൾ ഇതിന്റെ എക്സ് ഡയറക്ഷനിൽ മൂവ്മെന്റ് വന്നിട്ടുണ്ട്, വൈ ഡയറക്ഷനിൽ മൂവ്മെന്റ് വന്നിട്ടുണ്ട്, റൈറ്റ്? സോ ദാറ്റ് മീൻസ് it actually has a degrees of freedom, or in the motions possible ആയിട്ടുള്ള എന്തൊക്കെയാ, ഒന്ന് എക്സ് ഡയറക്ഷനിൽ മോഷൻ പോസിബിൾ ആണ്, വൈ ഡയറക്ഷനിൽ മോഷൻ പോസിബിൾ ആണ്, റൈറ്റ്? സോ it is actually having 6 degrees of freedom. So each node is having 2 degrees of freedom. Therefore in total they are having 6 degrees of freedom, and therefore your matrix will be a 6x6 stiffness matrix. Okay, right? So this is the basic concept, and there are 3 shape functions associated with it. Okay, so similarly നമ്മൾ ഇങ്ങനെ പറഞ്ഞു u എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ x ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ് എനിക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, n1u1 പ്ലസ് n2u2 പ്ലസ് n3u3 അല്ലെ? എന്ന് വെച്ചാൽ ഫസ്റ്റ് നോഡിന്റെ ഷേപ്പ് ഫംഗ്ഷൻ ഇൻറ്റു ആ ഫസ്റ്റ് നോഡിന്റെ ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് സെക്കൻഡ് നോഡിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു അതിന്റെ ഷേപ്പ് ഫംഗ്ഷൻ പ്ലസ് തേർഡ് നോഡിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു അതിന്റെ ഷേപ്പ് ഫംഗ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫൈനൽ പൊസിഷനിൽ u എത്രയാണെന്ന് കാണാം. Similarly comes your v position, അല്ലെ? സോ നമ്മൾ ഇതിനെ സോൾവ് ചെയ്യാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ we have actually selected this u displacement and we have tried to find out the displacement associated with it, right? So നമ്മൾ അതിന്റെ ഡെറിവേഷൻ ഓൾറെഡി ചെയ്തു, ഷേപ്പ് ഫംഗ്ഷൻ ഫോർ CST element. സോ ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ നമ്മൾ ഇത്തരം ഒരു സിമ്പിൾ ഫംഗ്ഷൻ സെലക്ട് ചെയ്തു, പിന്നെ യുവിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് വി ഹാവ് ഫോളോഡ് ദിസ് ഡെറിവേഷൻ പ്രൊസീജിയർ. ഓക്കെ, സോ 3 നോഡിലെ നമ്മളൊരു മാട്രിക്സ് ഫോമിൽ നിന്ന് റെപ്രസെന്റ് ചെയ്തു. അതിനുശേഷം എന്താ വേണ്ടേ, ഞാൻ ഈ A1 A2 A3 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇതിന്റെ ഇൻവേഴ്സ് മാട്രിക്സ് എടുത്തു. ഇൻവേഴ്സ് മെട്രിക്സ് എടുത്ത് നമ്മൾ ഇപ്പം ഇവിടെ എല്ലാം ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ പക്ഷേ നമ്മളിവിടെ വേരിയബിൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇവിടെ കാണുന്നത്. സോ ഫൈനലി വി ഹാവ് ഫൗണ്ട് ഔട്ട് ദ C ട്രാൻസ്പോസ്, ആൻഡ് C ട്രാൻസ്പോസ് ചെയ്തതിനു ശേഷം അതിനെ ഒരു ഫസ്റ്റ് എലമെന്റ്, ഫസ്റ്റ് ടേം വി ഹാവ് ഗിവൺ എ നെയിം as P1, സെക്കൻഡ് ടേം P2, തേർഡ് P3, similarly അടുത്ത Q1 Q2 Q3 R1 R2 R3. okay, so x2 y3 minus y2 x3 എന്ന് പറയുന്നത് P1 ആണെന്ന് റെപ്രസെന്റേഷൻ കൊടുത്തു, and we have further reduced it, and we have finally found out that your u of xy can be represented something like this n1. so ഇതാണ് ഫോം where your n1 is this one, അല്ലെ? so where your n1 is എന്താണ്, തൊട്ട് മുകളിൽ നമുക്ക് കിട്ടി P1 plus Q1x plus R1y divided by 2y, അല്ലെ? P1 x plus Q1 x plus R1y, sorry P1 x ഇല്ല അല്ലെ, P1 plus P1 plus Q1x plus R1y divided by 2a is your first shape function n1, അല്ലെ? നമുക്കിതിനെ P1 Q1 R1 എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ നമുക്ക് ഈ ആ ഒരു വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് n1 ഷേപ്പ് ഫംഗ്ഷൻ n1 ആ ഒരു ടേമിൽ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ അറിയാവുന്ന ഒരു കാര്യം P1 എന്ന് പറയുന്നത് ഇതാണ്, x2 y3 minus y2 x3 ആണ്, അല്ലെ? if you substitute x2 y3 minus y2 x3, അല്ലെ? x2 y3 minus y1 y minus y2 x3, right? minus y2, sorry. ഓക്കെ, നിങ്ങൾ ആ ടേംസ് ഓരോന്ന് പറഞ്ഞു തരണം, എനിക്ക് വീണ്ടും അല്ലെങ്കിൽ റെഫർ ചെയ്യേണ്ടി വരും. ഓക്കെ, x2 y3 മൈനസ് y2 x3 ഇതാണ് P1 പ്ലസ് Q1 എന്താ നോക്കി പറഞ്ഞേ, Q1 minus of x1 y3 minus x3 y1 minus of x1 y3 minus x3 y1 x3 y1. ഓക്കെ, x പ്ലസ് R1 sorry R1 എന്താ വന്നേ, x1 y2 minus x2 y1 x1 y2 minus x2 y1 minus x1 y2 minus x2 y1 അല്ലേ? അല്ലേ? yes sir, into y divided by 2a. സോ ഇതാണ് ഷേപ്പ് ഫംഗ്ഷൻ. എനിക്ക് ഇത് വീണ്ടും റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വരും. എനിക്ക് ഇങ്ങനെ എഴുതാം, ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ആണ്. സോ n1 is equal to, അതിന്റെ ഫസ്റ്റ് ഷേപ്പ് ഫംഗ്ഷൻ n1 is equal to 1 by 2a. സോ ഈ റിലേഷൻ, ഈ ഫൈനൽ ഫോം വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇത് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ പ്രോബ്ലം ചെയ്യേണ്ടി വരിക. into
എന്ത് വരും? ഫസ്റ്റ് ടേം എന്താ? x2 y3 മൈനസ് y2 x3 അല്ലെ? പ്ലസ് ഇത് മൈനസ് അതിനകത്തേക്ക് മൾട്ടിപ്ലൈ ആണ്. പ്ലസ് എക്സ് ഇൻറ്റു Sir, Q1 y2 minus ഓ Q1 ആ Q1 y2 minus y3 അല്ലേ? സെക്കൻഡ് Q1 y2 മൈനസ് y3 ആണ്. സി ഇങ്ങനെ വരുന്നത് P1 P2 P3 P1 Q1 R1 അങ്ങനെ വരുന്നത് അല്ലെ? സോ അങ്ങനെ തന്നെ എടുക്കണം. y2 മൈനസ് y3 ആണ്. ശ്രദ്ധിക്കണേ, ഇതല്ല y2 മൈനസ് y3 x3 മൈനസ് x2 ആണ്. ഓക്കെ, സോ അവിടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടല്ലോ. ഓക്കെ ഓക്കെ, എന്താ പറഞ്ഞേ? Q1 എന്തായിരുന്നു? y2 minus y3 y2 മൈനസ് y3 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ലാസ്റ്റത്തെ ടേം ഡിഫറെൻ്റ് ആണ്. പ്ലസ് R1 x3 minus x2 x3 മൈനസ് x2 ഇൻറ്റു y അല്ലെ, ഡിവൈഡഡ് ബൈ 2a. സോ ഇത് മാറ്റി എഴുതാണ്, ഇങ്ങനെ വരും x2 y3 മൈനസ് y2 x3 പ്ലസ് x ഇൻറ്റു y2 മൈനസ് y3 പ്ലസ് y ഇൻറ്റു x3 മൈനസ് x2. റൈറ്റ്. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഷേപ്പ് ഫംഗ്ഷൻ. ഓക്കെ, സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. n1 വാല്യൂ is this one. നോട്ട് ചെയ്യാം. Okay, now similarly, we're getting n2 കാണാം. Similarly, n2 ന്റെ കേസിൽ നമുക്കറിയാം n2 is actually this one. Equation എന്തായിരുന്നു ഇവിടെ? n2 is p2 plus q2x plus r2y. p2 plus q2x plus r2y അല്ലെ, ഡിവൈഡഡ് ബൈ 2a. ഇതേ ഫോമിലേക്ക് മാറ്റുകയാണെങ്കിൽ p2 എന്തായിരുന്നു? n2 is equal to p2 x3 y1 minus x1 y3 അല്ലെ? സോ ഞാനത് റെഡ്യൂസ്ഡ് ആയിട്ട് ഡയറക്റ്റ് ഫോം എഴുതാണ് കേട്ടോ. അത് ഇപ്പൊ ഇതാണ് പ്രോസസ് ഇവിടെ ചെയ്തത്. ഇപ്പൊ ഇവൺ Q1 R1 സബ്സ്റ്റിറ്റ്യൂട്ട്, അതേപോലെ P2 Q2 R2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ you'll get a form something like this: 1/2a into x3 y1 minus x1 y3 plus x into y3 x1 minus x3. So this is your shape function 2, n2. ഓക്കെ, സോ ഇതൊക്കെ ഓർത്തിരിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഷോർട്ട് കട്ട് ആക്കുക. കാരണം ഇത് ഷോർട്ട് കട്ട് ആക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള സാധനങ്ങളല്ല. ഓക്കെ, x3 y1 x1 y3 y3 മൈനസ് y1 x1 മൈനസ് x3. സോ അത്തരം ഒരു ഫോർമാറ്റ് ആണ് വരുന്നത്. അപ്പൊ ആ ഫോർമാറ്റ് നിങ്ങൾ മെട്രിക്സ് വരച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫോർമാറ്റ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. നമ്മൾ കിട്ടുന്ന വാല്യൂസ് ബേസ് ചെയ്ത് മെട്രിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഇത് വരുന്നത്. ഇപ്പം വരുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ എടുത്തുള്ള കോഫാക്ടർ എടുത്തതിനനുസരിച്ചിട്ടാണ് നമുക്ക് ആ ഒരു ഫോമിലേക്ക് വന്നത്. ഓക്കെ, അപ്പൊ കോഫാക്ടർ എടുക്കുന്ന അതേ രീതിയിൽ നമുക്ക് ഇവിടെ കൊടുത്താൽ ആ രീതിയിൽ കിട്ടും. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഡെറിവേഷൻ കുറച്ച് കാര്യമായിട്ട് എടുത്തത്. കാരണം ഡെറിവേഷൻ ഇപ്പൊ എന്തെങ്കിലും കാര്യം കൊണ്ട് നമുക്ക് ഇൻ ബിറ്റ്വീൻ വിട്ടു പോവാണെങ്കിൽ ഡെറിവേഷൻ സ്റ്റെപ്സ് ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ ആണ്. നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. കാരണം നമ്മളിവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. 3 പോയിന്റിലെ നോട്ട്സ് കണ്ടോ. u1 u2 u3 എന്ന് പറയുന്നത് 3 പോയിന്റിലെ നോട്ട്സ് ആണ് u1 u2 u3 എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ കോമൺ ഇക്വേഷനിലെ ആ സെയിം സാധനം തന്നെ എന്താ വെച്ചാൽ ഞാൻ എന്റെ ഇക്വേഷൻ വരാം a1 plus a2x plus a3y. സോ ഇതിന് ഇതേ ഫോമിൽ റെപ്രസെന്റ് ചെയ്തു, അതിന്റെ ഇൻവേഴ്സ് എടുത്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. സോ അതിന്റെ ഇൻവേഴ്സ് അതേപോലെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കി കൺഫ്യൂഷൻസ് ഒക്കെ മാറും, ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇത്രയും ഇക്വേഷൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പ്രോപ്പർ ഫോമിൽ ബൈ ഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് ഏതാണ്ട് ആ ഒരു ഫോമിൽ ആക്കി എടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇഫ് ടൈം പെർമിറ്റ്സ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ടൈം ഒക്കെ ഉണ്ടാവും.
ഓക്കെ, സോ അല്ലാത്ത പക്ഷം ആ ഒരു ഇക്വേഷൻ അറിഞ്ഞ് അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്ത് വെക്കുക. കാരണം CST എലമെന്റ് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിന് അത് ആവശ്യമാണ്. ഓക്കെ, now similarly for the shape function n3, if you substitute all these values, you will get the value something like this: 1/2a into x1 y2 minus x2 y1 plus x into y1 minus y2 plus y into x2 minus x1. Okay, so this is your shape function 3 or n3. These are your n1, n2 and n3. Okay, so these values are very important. Okay, so shape function for a CST element. Okay, in terms of coordinate values are x1, y1. In terms of the shape function, the coordinate value base ചെയ്തിട്ടാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. Okay, so വേറെ ഡിഫറെന്റ് വേർഷനും ഉണ്ട്, അത് നമുക്ക് പിന്നീട് കാണാം. Okay, now ഇത്രയും ആയി കഴിഞ്ഞാൽ എന്തായി, നമുക്ക് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. നമ്മൾ ഫസ്റ്റ് സെറ്റ് ഓഫ് കാര്യങ്ങൾ കണ്ടു. എന്താണ് ഡിസ്പ്ലേസ്മെന്റ്. സെക്കൻഡ് സ്റ്റക്കായി. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് യുവിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. u1, u2, u3 ഏത് ഫോമിലാണ് വരിക എന്നുള്ളത് ഇൻ ടേംസ് ഓഫ് ഷേപ്പ് ഫംഗ്ഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തു. സിമിലർലി നമ്മളിവിടെ എടുത്തത് എന്താ, യുവിന്റെ കേസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അല്ലെ, u of x, y മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. സിമിലർലി വി ഹാവ് v of x, y. സിമിലർലി ഈ v of x, y എന്ന് പറയുന്നത് അല്ലെങ്കിൽ y ഡയറക്ഷനിലെ v x, y എന്ന് പറയുന്നത് എന്താണ്, n1 v1 പ്ലസ് n2 v2 പ്ലസ് n3 v3 ആണ്. വേർ n1 n2 n3 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച n1 n2 n3 തന്നെയാണ്. ഓക്കെ, സോ ഫ്രം ദീസ് ടു റിലേഷൻഷിപ്പ് യു ക്യാൻ റെപ്രസെന്റ് യുവർ displacement something like this. So displacement in matrix form, displacement in matrix form, you can represent it as, okay, u of x comma y, v of x comma y equal to ഈ ഷേപ്പ് ഫംഗ്ഷൻ ഈ ഒരു ഫോമുല റെപ്രസെന്റ് ചെയ്യാണ് ഡിസ്പ്ലേസ്മെന്റ്. സി ഇത് ഇറ്റ് ഇസ് ആക്ച്വലി ഈക്വൽ ടു നമ്മൾ പിന്നെ ബാർ എലമെന്റ് കേസിലും ഇത്തരം ഒരു ഡിസ്പ്ലേസ്മെന്റ് മാട്രിക്സ് നമ്മൾ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സെയിം കാര്യം തന്നെയാണ് ഇത്, പക്ഷെ ഇവിടെ 2 ഡയമെൻഷണൽ കേസായി എക്സ് വൈ എന്ന് പറയുന്നത് മാത്രം. ഓക്കെ, സോ ദിസ് മാട്രിക്സ്, സോ അൾട്ടിമേറ്റ്ലി എനിക്ക് എന്ത് വേണം, n1 u1 പ്ലസ് n2 u2 പ്ലസ് n3 u3 എന്നുള്ള ഫോമുല വരണം. അപ്പോൾ ദിസ് ഇസ് n1 0 n2 0 n3 0. Similarly 0 n2 sorry 0 n1 0 n1 0 n2 and 0 n3, and your matrix is u1 v1 u2 v2 u3 v3 എന്ന് വെച്ചാൽ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ n1 u1 അല്ലെ, n1 e1 പ്ലസ് 0 v1 ആവില്ല അല്ലെ, പ്ലസ് n2 u2 പ്ലസ് 0 v2 പ്ലസ് n3 u3 പ്ലസ് 0 v3 എന്ന് വെച്ചാൽ n1 u1 പ്ലസ് n2 u2 പ്ലസ് n3 u3 എന്ന് കിട്ടും. സിമിലർലി സെക്കൻഡ് റോ എടുക്കുകയാണെങ്കിൽ എന്ത് വരും, 0 u1 പ്ലസ് n1 v1 എന്ന് വെച്ചാൽ ഇത് എക്സ്പാൻഡ് ചെയ്താൽ കിട്ടും u of x y എന്ന് പറഞ്ഞാൽ n1 u1 പ്ലസ് n2 u2 പ്ലസ് n3 u3. സിമിലർലി v of x y എന്ന് പറയുന്നത് n1 v1 പ്ലസ് n2 v2 പ്ലസ് n3 v3. ഓക്കെ, ക്ലിയർ ആണോ? എന്റെ കൂടെ ഉണ്ടോ? Right. Yes, sir. So this is your final displacement matrix form. Where see ഇത്ര നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ പ്രോബ്ലം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. So this is the final representation where n1 is this one, where n1 is this one, n2 is this one, and n3 is this one. That's it. Clear? Right. ഒരു ഇക്വേഷൻ നമ്പർ കൊടുക്കാം, 4 വരെയാണല്ലേ. 5 6 7. Okay, now so the displacement relationship I now will go with your strain displacement matrix. Okay,
സോ നമ്മൾ കഴിഞ്ഞ ബാർ എലമെന്റ് പ്രോബ്ലം ചെയ്യുന്നത് വൺ ഡയമെൻഷണൽ പ്രോബ്ലം ചെയ്ത അതേ കാര്യങ്ങൾ അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ആദ്യം ഷേപ്പ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ കണ്ടെത്തി സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ് നമുക്ക് ഈ ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെ ഈ U1 V1 U2 V2 U3 V3 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സ്ട്രെയിൻ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സ്ട്രെയിൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ സ്ട്രെസ് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഈ ആ ഒരു പ്രൊസീജിയർ നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. ആദ്യം ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്തും, സ്ട്രെയിൻ കണ്ടെത്തും, സ്ട്രെസ് കണ്ടെത്തും. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് കാര്യം ഓക്കെ. സോ ഇതൊരു പ്രോബ്ലം കൂടെ ചെയ്യുമ്പോഴേക്ക് അത് ക്ലിയർ ആവും. സോ ഡിസ്പ്ലേസ്മെന്റ് കാര്യം ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്ട്രെയിൻ മെട്രിക്സിന്റെ കേസിലേക്ക് പോവാം. ഓക്കെ, സോ വിൽ സി ഹൗ ദ റിലേഷൻഷിപ്പ് വർക്ക്സ്. ഓക്കെ, സോറി സ്ലോ ആണല്ലോ. ഓക്കെ, സോ ഇതിലായിരിക്കും പ്രശ്നമൊന്നുമില്ലല്ലോ, സ്റ്റക്കായി. സോറി അത് ഓഫായല്ലോ. Okay, right. Okay, so now as a next step, we'll try to find out the strain displacement matrix for CST element. Strain displacement matrix for CST element. ഇത് അന്ന് തന്നെ നോക്കണേ, ഇല്ലെങ്കിൽ ഏതാണ്ട് കയ്യിൽ നിന്ന് പോകും. ഫൈനൽ എങ്ങനെ ഫോം വന്നു എന്നുള്ളതെല്ലാം ഇന്ന് തന്നെ നോക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ പെൻഡിങ് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നത് ഇന്നോട്ട് അപ്ലോഡ് ചെയ്ത് ഞാൻ കോളേജിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ എല്ലാം തമ്മിലൊരു റിലേഷൻഷിപ്പ് കിട്ടണമെങ്കിൽ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇത്തരം ടോപ്പിക്കുകൾ നമുക്ക് കണക്ഷൻ എല്ലാം ഒന്ന് കറക്റ്റ് ആയിട്ട് വരണമെങ്കിൽ ഇറ്റ് ടേക്സ് ടൈം. ഓക്കെ, സോ ഏതാണ്ട് 5th മോഡ്യൂൾ ഏതാണ്ട് തീരാറാകുമ്പോഴായിരിക്കും അതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ലിങ്ക് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. സോ അത്തരത്തിൽ തന്നെ സോ ഇനീഷ്യൽ സ്റ്റേജിൽ ഇത്തരം കാര്യങ്ങൾ ഒന്ന് ഉൾക്കൊള്ളാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഓക്കെ, കാരണം ഇത് മോസ്റ്റ്ലി അഡ്വാൻസ്ഡ് മെക്കാനിസം സോൾവ്സിന്റെ പല കാര്യങ്ങളും എടുത്തിട്ട് നമ്മൾ ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പൊ അഡ്വാൻസ്ഡ് മെക്കാനിസം സോൾവ്സിന്റെ ഒരു 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 നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം അന്നേരം ഉണ്ടായിരുന്നില്ല, പിന്നെ കുറച്ച് എടുത്ത് കഴിഞ്ഞിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അത് ഒന്ന് ബ്രഷപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. മെയിൻ ആയിട്ട് ഫോർ എക്സാമ്പിൾ ലൈക്ക് ടോപ്പിക്സ് ലൈക്ക് പ്ലെയിൻ സ്ട്രെസ്, പ്ലെയിൻ സ്ട്രെയിൻ, അത്തരം കാര്യങ്ങളും മെട്രിക്സ് റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്നും അതുപോലെ ഹുക്സ് ലോ ഇൻ 3 ഡയമെൻഷനിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാനും ഇത്തരം കാര്യങ്ങളൊന്നും ബ്രഷപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം അതേ ഇക്വേഷനാണ് നമ്മൾ സ്ട്രെസ് റിലേഷൻഷിപ്പിനൊക്കെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അത്തരം ഫണ്ടമെന്റൽസ് ഒന്ന് നോക്കി വെച്ചാൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ, ഫൈൻ. Now, we'll go with strain displacement matrix for a CST element, right? So we have already seen how your displacement matrix works, right? Or we have seen that your U displacement is something like this. U is nothing but N1, U1 plus N2, U2 plus N3, U3, and V is nothing but N1, V1 plus N2, V2 plus N3, V3, where N1, N2, N3 are shape functions. ഇതിന്റെ വാല്യൂ എന്താണ് നമ്മൾ ഓൾറെഡി കണ്ടെത്തി അല്ലെ? ഷേപ്പ് ഫംഗ്ഷൻസ് ആണ്. How to determine the values in terms of if your positions are given. Okay, അതെങ്ങനെയാണെന്നും നമ്മൾ ഓൾറെഡി കണ്ടെത്തി, right? Now we can find out the strain acting at each and every point. Now for that, let us consider the strain components for CST element as. Okay, let the strain components be represented as epsilon xx, epsilon yy, and gamma xy. Okay, so ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു. where epsilon xx and epsilon yy are normal strains and gamma xy is your shear strain, right? So ഇത് രണ്ടും ഈ രണ്ട് സാധനങ്ങളും epsilon xx and epsilon yy are your normal strain and gamma xy is your shear strain. Fine. Now, അങ്ങനെയാണെങ്കിൽ epsilon xx എന്തായിരുന്നു? എന്താണ് epsilon xx in terms of displacement? Epsilon xx
is dou by dou x of something. എന്തായിരുന്നു ഓർമ്മയുണ്ടോ? എപ്സിലോൺ എക്സ് എക്സ് എന്തായിരുന്നു? സ്ട്രെയിൻ അലോങ് എക്സ് ആക്സിസ് അല്ലെ? എക്സ്പ്ലെയിൻ എക്സ് ഡയറക്ഷനിൽ ഉണ്ടാവുന്ന സ്ട്രെയിൻ. ഫസ്റ്റ് വൺ പ്ലെയിനെ റെപ്രസെന്റ് ചെയ്യുന്നു, രണ്ടാമത്തത് ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നു അല്ലെ? നമ്മളിങ്ങനെ ഒരു ടേം റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്സിലോൺ എക്സ് എക്സ് അല്ലെങ്കിൽ എപ്സിലോൺ എക്സ് വൈ എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സിഗ്മ എക്സ് എക്സ് സിഗ്മ എക്സ് വൈ എന്നൊക്കെ റെപ്രസെന്റ് ചെയ്താൽ എന്താണത് ആക്ച്വലി കാണിക്കുന്നത്? ഓക്കെ, എപ്സിലോൺ എക്സ് എക്സ് ആണെങ്കിൽ സി ഫസ്റ്റ് എക്സ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എന്തായിരുന്നു ഫസ്റ്റ് എക്സ്? എപ്സിലോൺ എക്സ് എക്സ് അല്ലെങ്കിൽ ടോ എക്സ് വൈ, സിഗ്മ എക്സ് എക്സ് സിഗ്മ എക്സ് വൈ എന്നൊക്കെ പറയുമ്പോൾ അതിൽ ആദ്യത്തെ എക്സ് എന്താണ്, രണ്ടാമത്തെ എക്സ് എന്താണ്? ഇതിന് ഐഡിയ? ഇല്ല. എന്താണ് ഒരു ടെൻസർ ക്വാണ്ടിറ്റി? എടാ നിങ്ങൾക്ക് ഒരു വൈബിയും പരിപാടിയിലും ഉണ്ടേ. ഞാൻ ഇതെല്ലാം വൈബിയിലേക്ക് അങ്ങ് കയറ്റും കേട്ടോ. പിന്നെ എന്താണ് എന്നാ ഒരു കാര്യം പറയാം. എന്താണ് ഒരു ടെൻസർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ? വാട്ട് ഈസ് എ ടെൻസർ? നിങ്ങൾക്ക് അറിയാവുന്ന എന്ത് വേണമെങ്കിലും പറയാം, നിങ്ങൾക്ക് മിസ്റ്റേക്ക് ആയ കുഴപ്പമില്ല. എന്താണ് ടെൻസർ? വാട്ട് ഈസ് എ ടെൻസർ? സ്കെയിലറും വെക്ടറും അല്ലാത്തൊരു ക്വാണ്ടിറ്റി തന്നെ. അപ്പൊ എന്താണ് ശരിക്കും? പറഞ്ഞോ അക്ഷയ്. ഗൂഗിള് പക്ഷെ ഞാൻ എന്താണ് സാറെന്ന് ചോദിച്ചത്? സ്കെയിലറും അല്ല വെക്ടറും അല്ല. എന്താണ് ടെൻസർ? പക്ഷെ അങ്ങനെയും പറയാൻ പറ്റില്ല, കാരണം സ്കെയിലർ എന്ന് പറയുന്നത് ഒരു സീറോ ഓർഡർ ടെൻസർ ആണ്. അതുപോലെ വെക്ടർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ടെൻസർ ആണ്. പിന്നെ ഞാൻ ഈ ഉദ്ദേശിക്കുന്ന ടെൻസർ സെക്കൻഡ് ഓർഡർ ടെൻസർ ആണ്. ഓക്കെ, എന്താണ് അതിനാണ് നമ്മൾ ഇൻ ജനറൽ ടെൻസർ എന്ന് പറയാം. എന്താണ് ഒരു ടെൻസർ ക്വാണ്ടിറ്റി? ഏറ്റവും ഫണ്ടമെന്റൽ ആണ്. അഡ്വാൻസ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന്റെ ഒക്കെ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള സാധനമാണ്. ഒരു വൈവ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഏറ്റവും ആദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു വൈവ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ടെൻസർ? ടൈമില്ലേ, നിങ്ങൾ പെട്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയണം. എക്സാമ്പിൾ എക്സാമ്പിൾ ഫോർ ടെൻസർ. പറഞ്ഞോ ജോയൽ. ഒരു അറേ ഓഫ് എലമെന്റ്സ് അല്ല, എന്താ ഒരു വെക്ടർ ക്വാണ്ടിറ്റി? അത് പറഞ്ഞേ. വാട്ട് ഇസ് എ വെക്ടർ? ഇതൊന്നും പറയുന്നില്ല, അറിയുന്നില്ല, പിന്നെ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത്തരം ബുദ്ധിമുട്ട് ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ. ഞാൻ അവസാനം ഡിക്ഷണറി നോക്കിയപ്പോഴാണ് വെക്ടറും സ്കെയിലറും തമ്മിലുള്ള ഡിഫറൻസ് എനിക്ക് മനസ്സിലായത്. ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എനിക്കിത് എന്താണെന്ന്, മാഗ്നിറ്റ്യൂഡും ഇതും എന്താണെന്നുള്ള കാര്യങ്ങളും ആദ്യം വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു മനസ്സിലാക്കാൻ. അവസാനം ഞാൻ ഡിക്ഷണറി നോക്കി എന്താണ് മാഗ്നിറ്റ്യൂഡ് എന്ന്. അപ്പോഴാണ് കണ്ട അളവ് എന്ന്. ഓക്കെ, അപ്പോഴാണ് ഈ കാര്യങ്ങളായിട്ട് കുറെ എല്ലാം ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അതുകൊണ്ട് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താ അറിയുന്നത് പറയാം. ജോലി പറഞ്ഞു, എന്താ വെക്ടർ? quantity magnitude and direction. ഓക്കെ, റൈറ്റ്. എന്ന് വെച്ചാൽ ഒരു ക്വാണ്ടിറ്റിനെ എനിക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ടാവണം, ഡയറക്ഷൻ ഉണ്ടാവണം അല്ലെ? ഇത് നമ്മൾ എപ്പോഴും പഠിക്കും. മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവണം, ഡയറക്ഷൻ ഉണ്ടാവണം, മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവണം, ഡയറക്ഷൻ ഉണ്ടാവണം. പക്ഷെ ഇത് എങ്ങനെയാണ് ഫിസിക്കലി നമ്മൾ ഇത് കാണുക എന്നുള്ളതാണ് പലപ്പോഴും നിങ്ങൾ വിട്ടുപോകുന്നൊരു കാര്യം. എന്ന് വെച്ചാൽ ഒരു ഫോഴ്സ് ഒരു വെക്ടർ ആണ് അല്ലെ? നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഒരു ഫോഴ്സിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യണമെങ്കിൽ, എന്ന് വെച്ചാൽ എനിക്കൊരു ഫോഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഞാനിപ്പം പിന്നെ ഒരു ഫുട്ബോളിനെ ഞാൻ കിക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ഞാൻ ആ ഫുട്ബോളിൽ കൊടുത്ത ഫോഴ്സിനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഞാൻ എത്ര മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് അതിൽ അപ്ലൈ ചെയ്തു, എത്ര പവറിലാണ്, അല്ലെങ്കിൽ ഞാൻ എത്ര ഫോഴ്സ് ഞാൻ അതിൽ അപ്ലൈ ചെയ്തു, എത്ര ന്യൂട്ടൺ ഓഫ് ഫോഴ്സ് ഞാൻ അതിൽ അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞാൽ മാത്രം അത് കഴിഞ്ഞില്ല. കംപ്ലീറ്റ് ആ ഫോഴ്സിനെ കംപ്ലീറ്റ് ആണ് എന്ത് വേണം, ഏത് ഡയറക്ഷനിലാണ് ഞാൻ അത് അപ്ലൈ ചെയ്തതെന്ന് കൂടെ പറയണം അല്ലെ? ഞാൻ ആ ഡയറക്ഷനിൽ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഫുട്ബോൾ ആ ഡയറക്ഷനിലേക്ക് പോയത് അല്ലെ? നേരെ മറിച്ച് ഇതേപോലെ ഒരു ടേബിളിനെ ഞാൻ ഉന്തുകയാണ്. ഓക്കെ, ഒരു ടേബിൾ ഞാൻ പിടിച്ച് തള്ളുകയാണ്, ടേബിൾ മൂവ് ചെയ്യുന്നു അല്ലെ? അപ്പൊ ഞാൻ ആ കൊടുത്ത ഫോഴ്സിന്റെ ഡയറക്ഷനിലാണ് ആ ടേബിൾ മൂവ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, ആ മാഗ്നിറ്റ്യൂഡ് മാത്രം പോരാ, ഞാൻ ഏത് ഡയറക്ഷനിലാണ് ഈ ഫോഴ്സ് അപ്ലൈ ചെയ്തതെന്ന് കൂടെ പറഞ്ഞാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ അല്ലെ? അപ്പൊ അതുപോലെ ഒരു സാധനമാണ് ടെൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും ടെൻസർ? ടെൻസറിനെ ഡിഫൈൻ ചെയ്യാൻ എനിക്ക് എന്തൊക്കെ വേണം? സ്ട്രെസ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ടെൻസർ ആണ്.
സ്ട്രെയിൻ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ടെൻസർ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിൽ അഡീഷണൽ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇത് മിസ്സിംഗ് ആയിട്ട് നിൽക്കുന്നത്? ഒന്ന് ഗസ് ചെയ്ത് നോക്കോ. ഐഡിയ? ഒരു സ്ട്രെസ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം? മാഗ്നിറ്റ്യൂഡ് വേണോ? സ്ട്രെസ് അറ്റ് എ പോയിന്റ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ മാഗ്നിറ്റ്യൂഡിന്റെ ആവശ്യമുണ്ടോ? മാഗ്നിറ്റ്യൂഡ് വേണം. ഡയറക്ഷൻ ആവശ്യമുണ്ടോ? ഡയറക്ഷന്റെ ആവശ്യമുണ്ട്. വേറെന്തെങ്കിലും ആവശ്യമുണ്ടോ? ഓറിയന്റേഷൻ തന്നെയാണ് ഡയറക്ഷൻ. ഓക്കെ ഫൈൻ. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാം. അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിൽ ബിൽഡ് ചെയ്യാം. ഓക്കെ, സോ ഒരു സ്ട്രെസ് അറ്റ് എ പോയിന്റ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ സ്ട്രെസ് അറ്റ് എ പോയിന്റ് ആണ് നമ്മൾ ഇത്തരം ഒരു കോമ്പണന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. കാരണം അതറിയാതെ ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും പറഞ്ഞതിൽ അർത്ഥമില്ല. അപ്പൊ അതുകൊണ്ട് ഞാനത് പറയുന്നത്. ഇപ്പൊ ഒരു ബോഡീന്റെ മുകളിൽ, ഇപ്പൊ ഒരു റാൻഡം ബോഡീന്റെ മുകളിൽ ഒരുപാട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ. ഒരു റിയൽ ലൈഫിൽ ചിലപ്പോൾ ടോർക്ക് ഉണ്ടാവും, ആക്സിയൽ ഫോഴ്സ് ഉണ്ടാവും, അതുപോലെ പിന്നെ വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ടാവും. അങ്ങനെ പലതരം ഫോഴ്സസ് F1, F2 എന്നെല്ലാം പറഞ്ഞ് കുറെ ഫോഴ്സസ് ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഇതിനെനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഇതിന്റെ എല്ലാം ഒരു ഫോഴ്സ് ശരിക്കും ഇത്തരം ഡയറക്ഷനിൽ ഉണ്ടാവാം അല്ലെ. അത് വേറൊരു ഫോഴ്സ് ഈ ഡയറക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ ഉണ്ടാവും. ഓക്കെ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫോഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, എനിക്ക് റിസോൾവ് ചെയ്യാം. എങ്ങനെ? ഒന്ന് എക്സ് ഡയറക്ഷനിലും, ഒരു 2 ഡയമെൻഷൻ ആണെങ്കിൽ എനിക്ക് എക്സ് ഡയറക്ഷനിൽ റിസോൾവ് ചെയ്യാം, അതുപോലെ വൈ ഡയറക്ഷനിൽ റിസോൾവ് ചെയ്യാം. 3 ഡയമെൻഷൻ ആണെങ്കിൽ എക്സിലും റിസോൾവ് ചെയ്യാം, വൈയിലും റിസോൾവ് ചെയ്യാം, സെറ്റിലും റിസോൾവ് ചെയ്യാം അല്ലെ. അപ്പൊ ഈ ഒരു ഫോഴ്സിന് ഫോർ എക്സാമ്പിൾ ഞാൻ നമുക്ക് ഒരു സിംഗിൾ ഫോഴ്സ് എടുത്ത് നോക്കാം. ഓക്കെ, സോ ഇവിടെ ഈ ഒറ്റൊരു ഫോഴ്സ് എനിക്ക് ഒരു ബോഡീന്റെ മുകളിൽ ഈ ഒരു ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എനിക്ക് ഈ ഫോഴ്സിന് ഈ റെഡ് ഡയറക്ഷനിൽ, റെഡ് കളറിലെ മാർക്ക് ചെയ്താണ് ഒരു റാൻഡം ഡയറക്ഷനിൽ ഒരു ഫോഴ്സ്. ഓക്കെ, സോ ഈ ഫോഴ്സിന് എനിക്ക് എന്ത് ചെയ്യാം? ഇതിനെനിക്ക് റിസോൾവ് ചെയ്യാം. ഞാൻ ഇതിനെ ഒന്ന് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുത്തു. ഇതിനാണ് ഞാൻ സിഗ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോർമൽ. പ്ലെയിനിന് നോർമൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന കേസാണ് നോർമൽ സ്ട്രെസ്. അപ്പൊ അതുകൊണ്ട് ഇത് ആക്ട് ചെയ്യുന്ന ഈ ഒരു ഡയറക്ഷനിലാണ്. സോ ഇത് ആക്ട് ചെയ്യുന്നത് ഈ ഒരു പ്ലെയിനില്, ഈ പർട്ടിക്കുലർ പ്ലെയിനില് എക്സ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. സിമിലർലി ഇതിന് എനിക്ക് വൈ ഡയറക്ഷനിൽ റിസോൾവ് ചെയ്യുമ്പോൾ എന്തായി? ഇത് സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയി അല്ലെ. സിമിലർലി ഇതേ സർഫസിൽ ഇതിപ്പം എന്റെ വൈ ഡയറക്ഷൻ, ഇത് സെഡ് ഡയറക്ഷൻ, ഇത് എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ എന്തായി? ഒരു കോമ്പണന്റ് സെഡ് ഡയറക്ഷനിൽ വന്നു, ഒരു കോമ്പണന്റ് വൈ ഡയറക്ഷനിലും വന്നു. ഓക്കെ, സോ ഇത്തരത്തില് ഓരോ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് എനിക്ക് ഇതേപോലെ റിസോൾവ് ചെയ്താൽ ഓരോ സർഫസിലും 3 കോമ്പണന്റ്സ് വെച്ച് എനിക്ക് കിട്ടും. ഫൈൻ. ഇനി നമ്മൾ പറയുന്ന കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇനി ഈ ഒരു സ്ട്രെസ് കോമ്പണന്റിനെ, ഈ സിഗ്മനെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ എക്സ് എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. കാരണം ഈ സിഗ്മ സ്ട്രെസ്സിനെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, എനിക്ക് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ പറയണമെങ്കിൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് പറയണം. ഫോർ എക്സാമ്പിൾ 20 Nm/mm² ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ സിഗ്മ XX ഇസ് ഈക്വൽ ടു 20 Nm/mm² ആണെന്ന് പറയാം. ഈ 20 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ഇനി ഇതിനെ കംപ്ലീറ്റ്ലി ഡിഫൈൻ ചെയ്യണം. 20 എന്ന് പറഞ്ഞാൽ അത്രയും മാഗ്നിറ്റ്യൂഡ് സ്ട്രെസ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇനി എന്ത് പറയണം? ഇത് ഏത് പ്ലെയിനിലാണ് ആക്ട് ചെയ്യുന്നതെന്ന് പറയണം. കാരണം എന്തൊക്കെയുണ്ട്? ഇവിടെ ഒരു എക്സ് പ്ലെയിൻ ഉണ്ട്, ഇവിടെ ഒരു വൈ പ്ലെയിൻ ഉണ്ട്, ഇവിടെ ഒരു സെഡ് പ്ലെയിനും ഉണ്ട്. അപ്പൊ ഇത് ഏത് പ്ലെയിനിൽ ആക്ട് ചെയ്യുന്നു എന്ന് എനിക്ക് ഡിഫൈൻ ചെയ്യണം. രണ്ടാമത് അവിടെ കഴിയുന്നില്ല, അത് ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് കൂടെ പറഞ്ഞാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ അല്ലെ. അപ്പൊ അതാണ് ഇത് സിഗ്മ എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ് ആണ്. അതിലെ ഫസ്റ്റ് എക്സ് എന്ന് പറയുന്നത് പ്ലെയിൻ ആണ്. ഏത് പ്ലെയിനിലാണ് ഇത് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ എക്സ് ഡിനോട്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ എക്സ് ആദ്യത്തെ എക്സ് ഡിനോട്ട് ചെയ്യുന്നത്, രണ്ടാമത്തെ എക്സ് ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ സിഗ്മ XX എന്ന് പറഞ്ഞാൽ എത്ര മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഏത് പ്ലെയിനിൽ ഏത് ഡയറക്ഷനിൽ. ഓക്കെ, സോ അതുകൊണ്ടാണ് ഒരു ടെൻസർ ക്വാണ്ടിറ്റിനെ എനിക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ, ടെൻസറിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ എനിക്ക് എന്തൊക്കെ വേണം? മാഗ്നിറ്റ്യൂഡ് വേണം, അതുപോലെ പ്ലെയിൻ ഇൻ വിച്ച് ഇറ്റ് ഈസ് ആക്ടിങ് പറയണം, പ്ലസ് എന്ത് വേണം? ഡയറക്ഷനും കൂടെ സ്പെസിഫൈ ചെയ്താൽ, ഈ 3 ക്വാണ്ടിറ്റി സ്പെസിഫൈ ചെയ്താൽ മാത്രമേ എനിക്ക് സ്ട്രെസ് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇനി ഇതേപോലെ ഞാനിവിടെ ഒരു ടോ, ഇനി ഇവിടെ ഞാൻ ഒരു ഷിയർ സ്ട്രെസ് ആണ് അല്ലെ, സർഫസിൽ ആക്ട് ചെയ്യുന്ന ഒരു ഷിയർ സ്ട്രെസ് ആണ്, ടോ ആണ്, അതിന് വാല്യൂ ഉണ്ടാവും അല്ലെ. ഇനി ഇത് കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്ത് വേണം? ഇത് ഏത് പ്ലെയിനിലാണ്? യെസ്, ഇത് എക്സ് പ്ലെയിനിൽ ആക്ട് ചെയ്യുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യും? എക്സ് പ്ലെയിൻ എക്സ് എന്ന് കൊടുക്കും. സിമിലർലി ഇതെന്താ? ഏത് ഡയറക്ഷനിലാണ്? വൈ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്, അപ്പോൾ XY. അപ്പോഴേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. ഇനി നേരെ മറിച്ച് ഞാൻ അടുത്ത കേസിലേക്ക് വരികയാണെങ്കിൽ,
ഇവിടെ ആക്ട് ചെയ്യുന്ന ഒരു ഷിയർ സ്ട്രെസ് ആണ് വിചാരിക്കുക ഇങ്ങനെ. ഓക്കെ, അഗൈൻ ഷിയർ സ്ട്രെസ് ആണ്, ടോ ആണ്. ഇത് ഏത് പ്ലെയിനിലാണ്? ഇത് പ്ലെയിൻ മാറി, എക്സ് അല്ല വൈ പ്ലെയിൻ ആയി. അപ്പൊ എന്തായി? വൈ പ്ലെയിനിലാണ് ആക്ട് ചെയ്യുന്നത്, പക്ഷെ ഏത് ഡയറക്ഷനില്ല? എക്സ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ സ്ട്രെസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സിനെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ വേണം. ഓക്കെ, നേരെ കുറച്ച് നിങ്ങളോട് പറയാണ് സ്ട്രെസ് ആക്ടിങ് ഓൺ എ പ്ലെയിൻ എന്ത് ടൈപ്പ് ക്വാണ്ടിറ്റി ആണെന്ന് വെച്ചാൽ അത് വെക്ടർ ആണ്, കാരണം പ്ലെയിൻ ഡിഫൈൻഡ് ആയി അല്ലെ. ഇൻ ജനറൽ സ്ട്രെസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ചോദിക്കുകയാണെങ്കിൽ അത് ഡിഫൈൻ ചെയ്യണമെങ്കിൽ എനിക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് അറിയണം, പ്ലെയിൻ അറിയണം, ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നതെന്ന് അറിയണം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. ക്ലിയർ ആണോ കാര്യം? ഓക്കെ, സോ അതാണ് ഇവിടെയും പറഞ്ഞത്. എപ്സിലോൺ എക്സ് എക്സിന്റെ കേസിൽ ഇത് ഫസ്റ്റ് ഇത് പ്ലെയിൻ ആണ്, സ്ട്രെയിനും ഒരു ടെൻസർ ആണ്, രണ്ടാമത്തത് ഒരു അതിന്റെ ഡയറക്ഷൻ ആണ്. ക്ലിയർ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, സോ ഇവിടെ ഇങ്ങനെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ. അപ്പോൾ എപ്സിലോൺ എക്സ് എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾ ഓൾറെഡി AMS പഠിച്ചതാണ്. എപ്സിലോൺ എക്സ് എക്സ് എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ എക്സ് ആണ് അല്ലെ. സിമിലർലി എപ്സിലോൺ വൈ വൈ എന്ന് പറയുന്നത് ഡോ ബൈ ഡോ വൈ ഓഫ് വി ആണ് അല്ലെ. സിമിലർലി ഗാമ എക്സ് വൈ എന്ന് പറയുന്നത് ഡോ ബൈ ഡോ വൈ ഓഫ് സംതിങ് പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് സംതിങ് ആണ് അല്ലെ. സോ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ആണ്. ഡോ ബൈ ഡോ വൈ ഓഫ് വി, സോറി, ഡോ ബൈ ഡോ വൈ ഓഫ്, ഇത് നേരെ തിരിച്ചിട്ട് വരിക, ഡോ ബൈ ഡോ വൈ ഓഫ് യു, ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ വി ബൈ ഡി എക്സ് എന്ന് വരും അല്ലെ. സോ ഇത് സ്റ്റാൻഡേർഡ് റിലേഷൻഷിപ്പ് ആണ് അല്ലെ. സോ ഗാമ എക്സ് വൈ ഇസ് ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ വി ബൈ ഡോ എക്സ്. ഓക്കെ, സോ വേർ യു ഈസ് ദിസ് വൺ, വി ഈസ് ദിസ് വൺ. ഓക്കെ, സോ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് യു ആൻഡ് വി ആൻഡ് ഒരു ഫോമിലേക്ക് നമുക്ക് കൊണ്ടുവരാം. സോ ഫസ്റ്റ് കേസിൽ എനിക്ക് എന്ത് വരും? എപ്സിലോൺ എക്സ് എക്സ് എന്ന് പറയുന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് ആ ഒരു ടേം ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ എന്താണ്? ഡോ ബൈ ഡോ എക്സ് ഓഫ് യു എന്താന്ന് വെച്ചാൽ നമുക്കറിയാം, എന്താ? n1 u1 പ്ലസ് n2 u2 പ്ലസ് n3 u3 ആണ്. സിമിലർലി ഡോ ബൈ ഡോ വൈ ഓഫ് n1 v1 പ്ലസ് n2 v2 പ്ലസ് n3 v3 ആണ്. സിമിലർലി ഗാമ എക്സ്പാൻഡ് കേസിൽ സിമിലർ ആയിട്ട് നമുക്ക് ടേം കൊടുക്കാം. ഡോ ബൈ ഡോ വൈ ഓഫ്, ഇവിടെ ശ്രദ്ധിക്കണം, യു ടേം വരും, വി ടേം വരും അല്ലെ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഞാനൊന്ന് മാറ്റി എഴുതുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വരാം. ഡോ ബൈ ഡോ വൈ ഓഫ് n1 u1 പ്ലസ് n2 u2 പ്ലസ് n3 u3 പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് n1 v1 പ്ലസ് n2 v2 പ്ലസ് n3 v3. ഓക്കെ, സോ അതിൽ നമുക്ക് കോമൺ ടേംസിനെ ഞാൻ മാറ്റുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം, u1 ഇൻറ്റു n1ന്റെ ടേമിന് എടുക്കുകയാണെങ്കിൽ ഡോ n1 ബൈ ഡോ വൈ പ്ലസ് u2 ഇൻറ്റു ഡോ n2 ബൈ ഡോ വൈ പ്ലസ് u3 ഇൻറ്റു ഡോ n3 ബൈ ഡോ വൈ പ്ലസ് v1 into, so the first term, plus v1 into dou n1 by dou x plus v2 into, നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, ഇത് ജസ്റ്റ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ആ ഒരു ഫോമിലേക്ക് വരും. അതിന്റെ മെട്രിക്സ് റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്ന് ഞാൻ നെക്സ്റ്റ് ഡേ പറയാം. പക്ഷെ നിങ്ങൾ പറ്റുന്ന പോലെ ഒന്ന് റെപ്രസെന്റ് ചെയ്താൽ നോക്ക് മെട്രിക്സ് നമുക്ക് എങ്ങനെ ഈ മൂന്ന് സ്ഥലത്തിന്റെ മെട്രിക്സ് റെപ്രസെന്റേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഓക്കെ, സോ വിൽ സീ ദാറ്റ് ലേറ്റർ. നാളത്തെ ക്ലാസ് നോക്കാം. നാളെ ഇതിന്റെ മെട്രിക് റെപ്രസെന്റേഷൻ തീർക്കാം. സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യില്ല, കാരണം അത് ഓൾറെഡി AMS നമ്മൾ കാര്യങ്ങൾ നിങ്ങൾക്ക് റിസൾട്ട് ആയിട്ട് നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫോം എടുത്തിട്ട് നമ്മൾ പ്ലെയിൻ സ്ട്രെസ് പ്ലെയിൻ സ്ട്രെയിൻ ഫോമിലേക്ക് നാളെ പോകും. അതിന്റെ ഒരു പ്രോബ്ലം നാളെ പറ്റുമെങ്കിൽ ചെയ്ത് തീർക്കാൻ നോക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് എ പ്ലാൻ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. എല്ലാവരും ഉണ്ടോ?